കോമസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. നമ്മുടെ SBI POയുടെ എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് പ്രോബബിലിറ്റിയുടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ അതിനകത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. അതിന് മുന്നേ പ്രോബബിലിറ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്ക് പറയാം. സോ വാട്ട് ഡു യു മീൻ ബൈ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് എന്നാണ്. സോ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ഇവൻറ്റ് divided by total number of events. So probability of an event എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ഇവൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻസ് ആണ്. സോ ഡിസൈഡ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ക്വസ്റ്റിനകത്ത് പറയുന്ന ആ കാര്യമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ചാൻസസ് വരെ നമുക്ക് വരാം. ടോട്ടൽ ഇവൻറ്റ്സിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സാമ്പിൾ സ്പേസ്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ എക്സാംസിനും ഈ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഷോർട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു DI ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ കിട്ടും പ്രോബബിലിറ്റിയെ പറ്റി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബോൾസിൻ്റെ ടിപ്പിക്കൽ ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ബേസിക്കായിട്ടൊരു ഫോർമുല അറിഞ്ഞിരിക്കണം. NCR = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n - R ഫാക്ടോറിയൽ. സോ ഈ ഒരു സംഭവം വെച്ചാണ് നമ്മളിതെല്ലാം ചെയ്യാനായിട്ട് പോകുന്നത്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. 5 ഫാക്ടോറിയൽ മീൻസ് 5 × 4 × 3 × 2 × 1. സോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതാണ്. NCR മീൻസ് ഇപ്പോൾ വാല്യൂസ് ഇതാണെന്ന് വെച്ചോ. 5C2 ആണെങ്കിൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 - 2 ഈസ് 3 ഫാക്ടോറിയൽ. അങ്ങനെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഒരു ബേസിക്കലി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം. ബാക്കി നമുക്ക് DIയിലേക്ക് വരുമ്പോഴത്തേന് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് പൈ ചാർട്ടിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റിയുടെ പൈ ചാർട്ടാണിത്. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മളൊരു DI കണ്ടായിരുന്നു, അതായത് പൈ ചാർട്ടിൻ്റെ DI. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, പൈ ചാർട്ടിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 100 വരണം. സോ ഇത് നോക്കിക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര തന്നെ വരുന്നുണ്ട്? 100 തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്, എന്താണ്? സം ഓഫ് ദ പൈ ചാർട്ട് ഈസ് 50. അതായത് നമുക്ക് വേണേൽ എഴുതാം 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 50 ആണ്. സോ അങ്ങനെയാണ് 1% എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 പോയിൻ്റ് അങ്ങോട്ട് ഇട്ടാൽ മതി. എത്രയാണ്? 0.5. അപ്പോൾ 1% വാല്യൂ നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചു. ഇനി അങ്ങനെയാണ് ഈ വാല്യൂസ് എല്ലാം ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 32% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 × 0.5 ആണ്. 0.5 മീൻസ് 1/2. 32 × 1/2 ഈസ് 60. ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഇതിൽ പറഞ്ഞേക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ് A. അതുപോലെ നമുക്ക് വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞേക്കുന്നത് 2 ബാഗുകളാണ് ടോട്ടലി ഉള്ളത്. Aയും ഉണ്ട് Bയും ഉണ്ട്. അതിനകത്ത് തന്നെ റെഡ് ആൻഡ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ് A ആണ് ഈ ഒരു പാർട്ട്. അതായത് റെഡും ബ്ലൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര പറഞ്ഞു? 16 പറഞ്ഞു. അതുപോലെ ഓരോ ബാഗിനകത്തും എന്തൊക്കെ കളേഴ്സ് ഉണ്ട്? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഓരോ ബാഗിനകത്തും ഉണ്ട് 3 കളേഴ്സ് വീതം ഉണ്ട്. പിന്നെ നമുക്ക് നോട്ടാണ് തന്നിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഒന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ആ നോട്ടിലേക്ക് വരാം. അടുത്ത 28%. 28 × 0.5 എത്ര വരും? 40. അടുത്ത നോക്കിയാൽ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഇതിൻ്റെ വാല്യൂ വരുന്നത് 10. ഇനി ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ 16% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 8 ആണ് വരുന്നത്. ഈ വാല്യൂ എത്ര വരുന്നത്? 2. സോ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇനി ഓരോരോ പാർട്ടായിട്ട് നോക്കിയേ. ഈ പാർട്ടി വരുന്ന കാര്യമാണ് റെഡ് ആൻഡ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ്. ഈ പാർട്ടി വരുന്ന കാര്യമാണ് ബ്ലൂ ആൻഡ് യെല്ലോ ബോൾസ് ഇൻ ബാഗ്. അടുത്ത ഈ പാർട്ടി വരുന്ന കാര്യമാണ് നമ്പർ ഓഫ് വേസ് ടു സെലക്ട് 2 ബ്ലൂ ബോൾസ് ഫ്രം ബാഗ് B. അടുത്തത് ഈ പാർട്ടി വരുന്ന കാര്യമാണ് ആവറേജ് ഓഫ് റെഡ് ബോൾസ് ഇൻ ബാഗ് A, ബ്ലൂ ബോൾസ് ഇൻ ബാഗ് A ആൻഡ് യെല്ലോ ബോൾസ് ഇൻ ബാഗ് B. അടുത്ത പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇതിൽ വരുന്ന 4% വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ് B. അതിനകത്ത് ഒരു കാര്യം തന്നിട്ടുണ്ട്, റെഡ് ബോൾ ഈസ് ഗ്രേറ്റർ ദാൻ ബ്ലൂ ബോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2 ബാഗുകളാണുള്ളത്, Aയും ഉണ്ട് Bയും ഉണ്ട്. അപ്പോൾ എത്ര റെഡ് ബോൾസ്, ബ്ലൂ ബോൾസ്, യെല്ലോ ബോൾസ് ഓരോ ബാഗിലും എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം നോക്കാം നോട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നോട്ടിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് വേസ് ടു സെലക്ട് 1 ബ്ലൂ ബോൾ ആൻഡ് 1 യെല്ലോ ബോൾ ഫ്രം ബാഗ് A ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് to select 1 blue ball and 1 yellow ball from bag B. രണ്ടാമത്തെ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ബാഗ് A നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് യെല്ലോ ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് ഈ ചെറിയ ചെറിയ നോട്ടുകളാണെങ്കിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാഗ് എയുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബ്ലൂ ബോൾ ഈസ് ഗ്രേറ്റർ ദാൻ യെല്ലോ ബോൾ. ഇത് ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫസ്റ്റ് കേസ് നോക്കിയേ, ഈ നോട്ട് ഞാൻ എടുക്കാൻ പോവാം. അതായത് റെഡ് ആൻഡ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ് എ ആണ് മൊത്തം എത്ര വരുന്നത്? 16. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. റെഡ് ഓഫ് എ പ്ലസ് ബ്ലൂ ഓഫ് എ ഇസ് ഈക്വൽ ടു 60. ഒരു അനോട്ടേഷൻ പോലെ നമ്മൾ എഴുതുക. ദെൻ അടുത്ത ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ബ്ലൂ ആൻഡ് യെല്ലോ ബോൾസ്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആൻഡ് യെല്ലോ ബോൾസ് ഇൻ ബാഗ് എ ഈസ് 40. അപ്പം നമ്മൾ എഴുതുകയാണ് ബ്ലൂ ഓഫ് എ പ്ലസ് വൈ ഓഫ് എ ഇസ് ഈക്വൽ ടു 40. അപ്പോൾ അടുത്തൊരു ഇത് നമുക്ക് കിട്ടി. ദെൻ അടുത്ത നോക്കിയേ 20%. 20% എന്ന് പറഞ്ഞാൽ 10 ആണ്. അതെന്താ പറയുന്നത്? നമ്പർ ഓഫ് വേസ് ടു സെലക്ട് 2 ബ്ലൂ ബോൾസ് ഫ്രം ബാഗ് ബി. സോ ബാഗ് ബിക്കകത്ത് എത്ര ബോൾസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. ലെറ്റ് ദ ബോൾസ് ബി ബി. ടോട്ടൽ ബോൾസിനെ നമ്മൾ ബി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് എത്ര ബോൾ എടുക്കുന്നു? 2 ബ്ലൂ ബോൾ എടുക്കും. ഞാൻ BC2 എന്ന് കൊടുക്കുകയാണ് തൽക്കാലത്തേന്. സോ BC2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് വാല്യൂ എത്രയാണെന്ന് തന്നേക്കുന്നത്? 10 എന്ന് തന്നേക്കുന്നത്. BC2 എന്ന് ഉദ്ദേശിക്കുന്ന ബാഗ് ബിയിൽ നിന്ന് നമ്മൾ 2 ബ്ലൂ ബോൾ എടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ആ വാല്യൂ ആണ് നമുക്കിവിടെ എന്തായിട്ട് തന്നേക്കുന്നത്? 10 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എഴുതുമ്പോഴത്തേന് B ഇൻറ്റു B-1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. അതായത് ഞാനിതിങ്ങനെ എഴുതി എന്നാന്ന് വെച്ചാൽ ഒന്ന് എക്സാമ്പിളായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ 10C2 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അതായത് NCR മീൻസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n-R ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 10-2 എത്ര വരും? 8 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് 8 ഫാക്ടോറിയൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ 10 ഫാക്ടോറിയൽ. അപ്പോൾ ബാലൻസാണ് നമ്മളിവിടെ എഴുതുന്നത് 9 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നത്. സോ സിമിലർ കേസ് തന്നെയാണ്. ഒരെണ്ണം വലുതും അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞതുമാണ് പുറത്ത് വരുന്നത്. അങ്ങനെയാണ് ഈ B ഇൻറ്റു B-1 ഡിവൈഡഡ് ബൈ 2 എന്നത് എഴുതിയേക്കുന്നത് കേട്ടോ. സോ B ഇൻറ്റു B-1 ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ബോളിനെയാണ് ഒരു B എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് നോക്കുക. ഇതൊരു ഇക്വേഷനായിട്ടൊന്ന് സോൾവ് ചെയ്യേണ്ട. ഇപ്പോൾ 20 എന്നുള്ള വാല്യൂ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 20 കിട്ടുമെന്ന് നോക്കുക. 4 ഇൻറ്റു 5. അതായത് 2 വാല്യൂസും തമ്മിൽ ഒന്നിൻ്റെ ഡിഫറൻസും വേണം. അപ്പോൾ നോക്കിയാൽ ഇതിനെ നമുക്ക് വേണേൽ 5 എന്നും കൊടുക്കാം, ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? 4 എന്നും കൊടുക്കാം. അപ്പോൾ 2ഉം 10ഉം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒന്നിൻ്റെ ഡിഫറൻസ് വരത്തില്ല. സോ നമുക്ക് ഒരു കാര്യം നമുക്ക് കിട്ടി, ബ്ലൂ ബോൾസ് ഇൻ ബാഗ് ബി, ദാറ്റ് ഈസ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ് ബി ഇസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ബുക്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വരെ ഒന്ന് സോൾവ് ചെയ്ത്, സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഒന്ന് റബ്ബ് ചെയ്തിട്ട് വാല്യൂസ് എല്ലാം എടുത്തൊന്ന് മേലോട്ട് എഴുതിയേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ബാഗിലും റെഡ് എത്ര, ബ്ലൂ എത്ര, യെല്ലോ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നിലവിൽ കണ്ടുപിടിച്ച ഒരു ഡേറ്റ എന്ന് പറഞ്ഞാൽ ബ്ലൂ ബോൾസ് ഫ്രം ബാഗ് ബി എത്രയാണെന്നറിയാം? 5 ആണെന്നറിയാം. അപ്പോൾ ഞാനതങ്ങ് കൊടുക്കുകയാണ്. ബ്ലൂ ബോൾസ് ഫ്രം ബാഗ് ബി ഇൻറ്റു B-1 എന്നുള്ള അതിൽ നിന്ന് നമ്മൾ ബ്ലൂ ബോൾസ് ബാഗ് ബി എന്നുള്ളത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തൊരു ഡാറ്റയിലേക്ക് നമുക്ക് വരാം. അടുത്ത ഡാറ്റയ്ക്ക് എന്താ പറഞ്ഞത്? ആവറേജ് ഓഫ് റെഡ് ബോൾസ് ഇൻ ബാഗ് എ, ബ്ലൂ ബോൾസ് ഇൻ ബാഗ് എ ആൻഡ് യെല്ലോ ബോൾസ് ഇൻ ബാഗ് ബി. അപ്പോൾ അതൊന്ന് ഞാൻ എഴുതുവാണ്. ദാറ്റ് ഈസ് റെഡ് ബോൾസ് ഇൻ ബാഗ് എ പ്ലസ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ് എ പ്ലസ് യെല്ലോ ബോൾസ് ഇൻ ബാഗ് ബി. അതിൻ്റെ ആവറേജ് ആണ് പറഞ്ഞേക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു വാല്യൂ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 8 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ നോക്കിയേ, നമുക്ക് ആദ്യം ഒരു കാര്യം തന്നിട്ടുണ്ട്. RA പ്ലസ് BA എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 16 ആണെന്ന് തന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 16 പ്ലസ് YB ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 3 എത്ര വരും? 24. സോ YBയുടെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 8. അതായത് യെല്ലോ ബോൾസ് ഇൻ ബാഗ് ബി ഈസ് 8. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്താം. എത്രയാണ്? 8. ഇനി നോക്കിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാം. എല്ലാത്തിനും കണ്ടുപിടിക്കണം നമുക്ക്. വേറെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ എന്ന് നോക്കാം. അടുത്തൊരു ഡാറ്റ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ബ്ലൂ ബോൾസ് ഇൻ ബാഗ് ബി ഈസ് എത്രയാണ്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബ്ലൂ. അപ്പം നമുക്ക് എഴുതാം. ബാഗ് ബിയുടെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്? ബാഗ് ബിയുടെ കാര്യമാണ്. ദാറ്റ് ഈസ് RB മൈനസ് BB ഈസ് ഈക്വൽ ടു 2. തമ്മിലുള്ള ഡിഫറൻസ് ആണ് 2 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം വേറൊരു ഡാറ്റ നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, നമുക്കൊരു കാര്യം അറിയാം.
ബ്ലൂ ബോൾ ഇൻ ബി ബി എത്രയാണെന്നറിയാം, 5 ആണെന്നറിയാം. സോ ആർ ബി -5 = 2. അങ്ങനെയാണ് ആർ ബിയുടെ വാല്യൂ എത്ര വരും, 7 നമുക്ക് കിട്ടും. സോ അത് നമുക്ക് കിട്ടി. ബിയിലുള്ള റെഡ് ബോൾസ് എത്രയാണ്, 7 എന്നുള്ള വാല്യൂ നമുക്കത് കിട്ടി. അപ്പോൾ ആ ഒരു ബിയുടെ ഡാറ്റ മൊത്തത്തിൽ നമുക്ക് ഫില്ലായി. അപ്പോൾ ഓൾറെഡി ഇത്രയും വാല്യൂസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ഒരു ഇതിലേക്ക് വരാം. എയുടെ ഡാറ്റ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത ഡാറ്റ നോക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഈ ഒരു സെറ്റെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് എയുടെ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ നോട്ടിലേക്ക് വരണം. നോട്ട് നോക്കിയേ, നമ്പർ ഓഫ് വേ ടു സെലക്ട് 1 ബ്ലൂ ബോൾ ആൻഡ് 1 യെല്ലോ ബോൾ ഫ്രം ബാഗ് ബി. ബ്ലൂ ബോൾ ഫ്രം ബാഗ് എ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻറ്റു ഇടണം കേട്ടോ. ഇൻറ്റു യെല്ലോ ബോൾ ഫ്രം ബാഗ് എ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് വേസ് ടു സെലക്ട് 1 ബ്ലൂ ബോൾ ആൻഡ് 1 യെല്ലോ ബോൾ ഫ്രം ബാഗ് ബി. ബി പി ഇൻറ്റു വൈ ബി. ആൻഡ് വന്നുകൊണ്ടാണ് ഇടയ്ക്ക് ഇൻറ്റു വന്നേക്കുന്നത്. ഓറാണെങ്കിൽ അവിടെ വരുന്നത് പ്ലസ് ആയിരിക്കും. രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ ഒരു ഡാറ്റ അതറിയാം. ബ്ലൂ ബോൾസ് ഇൻ ബാഗ് ബി ഈസ് 5 ആണെന്നറിയാം. യെല്ലോ ബോൾസ് ഇൻ ബാഗ് ബി ഈസ് 8. അപ്പം നമുക്കിവിടെ എഴുതാം 5 × 8. അപ്പം ബി എ ഇൻറ്റു വൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്, 40 എന്നുള്ള വാല്യൂ ഇവിടെ വരും. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. ബി എ പ്ലസ് വൈ എ എന്ന് പറഞ്ഞാൽ 14 ആണ്. അതുപോലെ ബി എ വൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 40 ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു റാൻഡമായിട്ട് വാല്യൂ നമ്മൾ എടുക്കണം. പ്രോബിലിറ്റിയുടെ ഒരു മിക്ക ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത്യാവശ്യം നമ്മളൊന്ന് വാല്യൂ പ്രോബിലിറ്റി എന്ന് പേര് പോലെ തന്നെ വാല്യൂസ് അത്യാവശ്യം നമ്മൾ അസ്യൂം ചെയ്തെടുക്കണം. അപ്പോൾ നോക്കിയേ, 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 വരണം. ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം, 14 വരണം. ഇപ്പം 8ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ 8 × 5 എത്രയാണ് വരുന്നത്, 40 വരും. പക്ഷേ 8 + 5 13 വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ചോയ്സ് നോക്കാം. 10, 4 നോക്കിയേ. 10 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വരും. 10 × 4 എത്ര വരും, 40 വരും. സോ നമുക്ക് ആൻസേഴ്സ് 2 വാല്യൂസ് വരുന്നുണ്ട്. 10 ആവാം 4 ആവാം. 8, 5 എന്നുള്ളത് അതിൽ ആപ്ലിക്കബിൾ ആവത്തില്ല. പിന്നെ നമുക്കിനി 10 ബി എയും ഉണ്ട് വൈ എയും ഉണ്ട്. ഏതിനേത് കൊടുക്കണം, ഏത് വാല്യൂ കൊടുക്കണമെന്നുള്ളതാണ് അതിനകത്ത് ഇത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാഗ് എയിൽ ബ്ലൂ ബോൾ ഈസ് ഗ്രേറ്റർ ദാൻ യെല്ലോ ബോൾ. അപ്പോൾ 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്, 10 ഉണ്ട് 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലൂവിന് ഏത് കൊടുക്കണം, 10 കൊടുക്കണം. യെല്ലോയ്ക്ക് എത്ര കൊടുക്കണം, 4 കൊടുക്കണം. സിൻസ് ബ്ലൂ ബോൾ ഈസ് ഗ്രേറ്റർ ദാൻ യെല്ലോ ബോൾ. ഇനി നമുക്കൊരു വാല്യൂം കൂടെ കണ്ടുപിടിച്ചാൽ മതി. എന്താണ്, റെഡ് ഇൻ എ. അപ്പോൾ നോക്കിയേ, ഈ ഒരു വാല്യൂയിലേക്ക് വരാം. 6 + ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. നമുക്ക് ബി എയുടെ വാല്യൂ അറിയാം 10 ആണ്. സോ 6യുടെ വാല്യൂ എത്ര വരും, 6. സോ നമ്മൾ ഡി എ ഏകദേശം ഒന്ന് സോൾവ് ചെയ്തു. ഇത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അത്യാവശ്യം ഒരു പ്രോബിലിറ്റിയുടെ ഒരു ഹൈ ലെവൽ ഡി എക്ക് പൊതുവേ ഉള്ള ഒരു കാര്യമാണ് വാല്യൂ അസ്യൂം ചെയ്യുക എന്നുള്ളത്. എന്നാലും അത് വലിയ പാടമൊന്നുമില്ല. ചെറിയ ചെറിയ വാല്യൂസേ വരത്തുള്ളൂ. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ ഞാൻ ഇതിൻ്റെ ടോട്ടലും കൂടെ ഒന്ന് എഴുതുവാണ്. എക്കകത്തുള്ള ടോട്ടൽ വാല്യൂസ് നോക്കിയേ. 6 + 10 16 വരും. 16 + 4 20. അതുപോലെ ബിക്കകത്തെ ടോട്ടൽ ബോൾസിൻ്റെ നമ്പർ നോക്കുക. 7 + 5 12, 12 + 8 20. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോസസ്സ് തന്നെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 റെഡ് ബോൾസ് റാൻഡംലി ഫ്രം ബാഗ് എ ഈസ് എം. അപ്പോൾ നോക്കുക, ടോട്ടൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഫ്രം ബാഗ് എ. റെഡ് ബോൾസ് എത്രയാണ്, 6 ആണ്. 6ൽ നിന്ന് എത്ര ബോൾ ഡ്രോ ചെയ്യുന്നു, 2 ബോൾ ഡ്രോ ചെയ്യുന്നു. ദാറ്റ് ഈസ് 6C2 ഡിവൈഡഡ് ബൈ. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഇവൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻറ്റ്സ് ആണ് നമുക്കറിയാം. സോ ഡിസൈഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, 2 റെഡ് ബോൾ എടുക്കുക എന്നുള്ളതാണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചായിരുന്നു. എത്രയാണ്, 20C2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് എന്തായിട്ട് പറഞ്ഞേക്കുന്നത്, എം ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് പെട്ടെന്ന് ചെയ്യാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മേളിലും 2 ആണ് താഴെയും 2 ആണ്. അപ്പോൾ നമ്മുടെ ആ 2 × 1 എന്നുള്ളത് കട്ടായിപ്പോയി ഓൾറെഡി. സോ അത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത്ര മാത്രം എഴുതുക.
6 × 5 രണ്ട് വാല്യൂസാണ് വരുന്നത്. 3 വാല്യൂസ് 6 ആണ് 3 വാല്യൂസ് വരെ നിങ്ങൾ എഴുതണം. 6 × 5 ഡിവൈഡഡ് ബൈ 20 × 90 ഇതാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ 5ഉം 20 കൂടെ കട്ട് ചെയ്യാം, 4 എന്ന് വരും. 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 3. സോ ആൻസർ വരുന്നത് 3/38. ഇതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ വാല്യൂ ആണ്? എമ്മിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അടുത്ത നോക്കിയേ, നിങ്ങൾക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം, എന്നും കൂടെ കണ്ടുപിടിക്കണം. സോ നോക്കുക, അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഇൻ ബാഗ് ബി വേർ 66 2/3% ലെസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 33 1/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണ്. ഇതൊക്കെ കാണാതെ പഠിക്കണം, എന്നാലേ പെട്ടെന്ന് ചെയ്യാനൊക്കത്തുള്ളൂ. സോ 66 2/3% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ചെയ്താൽ മതി, 2/3. അപ്പോൾ നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുവാണെങ്കിൽ ഈ താഴെ വരുന്നതാണ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഡേറ്റ. 66 2/3% ലെസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 3 ബേസ് ആണ്. 3 നമ്മൾ എന്ത് ചെയ്തു? ലെസ് ആയതുകൊണ്ട് തന്നെ 3 ന്ന് 2 കുറയ്ക്കുന്നു. അപ്പോൾ എന്തായി? 1. സോ ദ റേഷ്യോ ഈസ് 3:1. ഏതിൻ്റെയാണ്? റെഡ് ബോളിൻ്റെ കാര്യമാണ് പറയുന്നത്. റെഡ് ബോൾ ഓഫ് എ. സോ റെഡ് ബോൾ ഓഫ് എ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 6 ആണ് അതിൻ്റെ വാല്യൂ. സോ ഇനീഷ്യലി 6 ആയിരുന്നേൽ ഇപ്പോൾ എത്രയായി? 3 × എത്രയാണ്? 2 ആണ് വരുന്നത്. ഇപ്പോൾ എത്രയായി മാറി? 2 ആയി മാറി. അതായത് ഇനീഷ്യലി 6 ബോൾസ് ആയിരുന്നേ, ഇപ്പോൾ എത്ര ബോളായി മാറി? 2 ബോളായി പോയി. അപ്പോൾ ടോട്ടലിൽ നിന്ന് എത്ര കുറഞ്ഞു? 4ഓളം കുറഞ്ഞു. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഈ നമ്പർ ഓഫ് റെഡ് ബോൾസ് 66 2/3% ലെസ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 റെഡ് ബോൾ അറ്റ് റാൻഡംലി ഫ്രം ബാഗ് എ വുഡ് ബി n. അപ്പോൾ ഇനി നോക്കിയേ, റെഡ് ബോൾസ് നോക്കുക, അത്രയാണ് 2 ആണുള്ളത്. 2C2 ഡിവൈഡഡ് ബൈ താഴെ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. അപ്പം 4 എണ്ണം ഓൾറെഡി കുറഞ്ഞു. അപ്പം ബാലൻസ് എന്തായി? 16C2 ആയി. ഇത് ഓർത്തോണം. അതിനാണ് ഞാനത് റേഷ്യോ ആയിട്ട് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചത്. വീണ്ടും 2ൻ്റെ കേസാണ് വരുന്നത്. സോ ഇവിടെ എങ്ങനെ എഴുതാം? 2 × 1 ഡിവൈഡഡ് ബൈ 16 × 15. സോ ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 1/120 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് m:n എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 3/38 = 1/120 എന്ന് വരും. സോ നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ 19 വരും. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 60 വരും. സോ ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180:90 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 180:90. നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാം ഒരു നമ്മുടെ ക്ലർക്ക് പോലെ ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു DI ഒന്നുമല്ല. ഇത് PO ലെവൽ DI ആണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് 25% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഫ്രം ബാഗ് എ, ബാഗ് എയുടെ ബോൾസ് ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം, 20 ആണ്. അതുപോലെ ഇതും കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 20 ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ 25% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഫ്രം ബാഗ് എ. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 × 20 എത്രയാണ്? 5. സോ 5 ബോൾസ് ഫ്രം ബാഗ് എ. 5 ബോൾസ് നമ്മൾ ബാഗ് എന്ന് എടുക്കുന്നു. അതിൽ തന്നെ 50% എന്താണ്? യെല്ലോ ബോൾസ് ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, യെല്ലോ ബോൾസിൻ്റെ എണ്ണം എത്രയാണ്? 4 ആണ്. 50% എന്ന് പറഞ്ഞാൽ 4ൻ്റെ പകുതി. 4ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണം എടുക്കുന്നതിനകത്ത് യെല്ലോ ബോൾ എത്ര എണ്ണമാണ്? 2 എണ്ണം. അപ്പം ബാക്കി ഏതൊക്കെ? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഏതൊക്കെ വരും? റെഡും വരും, ബ്ലൂവും വരും. അപ്പോൾ റെഡ് പ്ലസ് ബ്ലൂ എത്രയാണ്? 3. ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം നോക്കിയേ, ചോദിച്ചാൽ ഷിഫ്റ്റഡ് ടു ഏതിലേക്കാണ്? ബാഗ് ബിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 യെല്ലോ ബോൾസ് അറ്റ് റാൻഡംലി ഫ്രം ബാഗ് ബി എന്ന് പറയുന്നത്. സോ നമ്മൾ എത്ര യെല്ലോ ബോളാണ് മാറ്റുന്നത്? 2 യെല്ലോ ബോളാണ്. ആ 2 യെല്ലോ ബോൾ ഏതിലേക്ക് വരുന്നു? ബാഗ് ബിയിലേക്ക് വരുന്നു. ബാഗ് ബിയിൽ ഓൾറെഡി നമ്പർ ഓഫ് യെല്ലോ ബോൾസ് എത്രയാണ്? 8 ആണ്. 8ൻ്റെ കൂടെ എത്രയും കൂടെ വരുന്നു? 2ഉം കൂടെ വരുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് യെല്ലോ ബോൾസ് എത്രയായി? 10 ആയി. സോ യെല്ലോ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2 യെല്ലോ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് എഴുതാം. എത്രയാണ്? 10C2 ഡിവൈഡഡ് ബൈ, ഇനി ടോട്ടലാണ് ഇവിടെ വരേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എത്ര ബോളാണ് നീക്കം ചെയ്തത്? 5 ബോളാണ് എടുത്തു മാറ്റിയത്. അപ്പോൾ ഈ 5 ബോൾ ഇവിടുന്ന് റെഡ്യൂസ് ചെയ്തെങ്കിൽ
ഈ ബാഗ് ബിയിൽ വരുമ്പോൾ എന്താണ് 5 എണ്ണം ആഡ് ചെയ്യണം. അപ്പോൾ 20 നിന്ന് എന്താവും 25 ആവും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 25C2. ഇതാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വീണ്ടും C2 എന്നുള്ള കേസാണ്. എന്ത് ചെയ്താൽ മതി 10 × 9 ഡിവൈഡഡ് ബൈ 25 × 24. സോ 5 വെച്ച് കട്ട് ചെയ്യാം, 2 വരും, ഇവിടെ 5 2 12. വീണ്ടും നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം, 3 4 ദറ്റ് ഈസ് 3/20. ഓക്കെ, 3/20 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് 60% ഓഫ് ടോട്ടൽ ബ്ലൂ ബോൾസ് ഫ്രം ബാഗ് ബി എന്ന് പറയുന്നത്, ബാഗ് ബിയുടെ ടോട്ടൽ ബ്ലൂ ബോൾസ് എത്രയാണ് 5, അതിൻ്റെ 60% ഓഫ് 5 എത്ര വരുന്നത് 3. അപ്പോൾ ടോട്ടൽ ബ്ലൂ ബോൾസ് ഫ്രം ബി എത്ര എടുക്കുന്നത് 3 എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ബ്ലൂ ബോൾസ് ഫ്രം ബി ആൻഡ് ഷിഫ്റ്റഡ് ടു ബാഗ് എ. ബാഗ് എയിൽ ഓൾറെഡി ബ്ലൂ ബോൾസ് എത്രയുണ്ട് 10 ഉണ്ട്. അപ്പം 3 എണ്ണം ഏതിലേക്ക് ആഡ് ചെയ്യുന്നു ബാഗ് എയിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പം ബ്ലൂ ബോൾസ് ഇൻ ബാഗ് എ എത്ര വരും 13 എന്ന് നമുക്ക് കിട്ടും. ചോദിച്ചേക്കുന്ന പിന്നെ എന്താണ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 3 ബ്ലൂ ബോൾസ് ഫ്രം ബാഗ് എ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാഗ് എയിൽ ഇപ്പോൾ മൊത്തത്തിൽ എത്രയുണ്ട് 13 ബ്ലൂ ബോൾ ഉണ്ട്. സോ 13C3 ഡിവൈഡഡ് ബൈ എന്താണ് സാമ്പിൾ സ്പേസ്. നേരത്തെ 20 ആയിരുന്നു, ഈ 3 ബോളും കൂടെ ചെന്നപ്പോൾ എത്രയായി 23 ആയി. സോ 23C3 ഇസ് ദ സാമ്പിൾ സ്പേസ്. വീണ്ടും നോക്കിയേ 3 × 3 ആണ് വരുന്നത്. അപ്പോൾ 3 × 2 × 1 എന്നുള്ളത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 3 സാധനങ്ങൾ ഇവിടെ വരും, അത്രയേ ഉള്ളൂ. 13 × 12 × 11 ഡിവൈഡഡ് ബൈ 23 × 22 × 21. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം. 2 6 2 11 11 11 ദെൻ 3 വെച്ച് കട്ട് ചെയ്യാം 2 7. കട്ട് ചെയ്യാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. 26 ഡിവൈഡഡ് ബൈ 161 തന്നെയാണോ നോക്കുക. ആൻസർ ഈസ് 26 ഡിവൈഡഡ് ബൈ 161. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫ്രം ബാഗ് ബി 2 balls ആർ ഡ്രോൺ അറ്റ് റാൻഡം, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് റെഡ് എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഈസ് റെഡ് പെട്ടെന്ന് ചെയ്യാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് റെഡ് ചെയ്താൽ മതി. നോട്ട് ഗെറ്റിംഗ് റെഡ്, അതായത് നോ റെഡ് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ട് 1 മൈനസ് ചെയ്താൽ മതി അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നോ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഏതിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് ബാഗ് ബിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. തെറ്റിക്കരുത്, എ ആണോ ബി ആണോ എന്നുള്ളത് തെറ്റിക്കരുത്. ബാഗ് ബിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് റെഡ് ഇല്ലാത്ത കേസ്, റെഡ് ബോൾ എത്ര എണ്ണമാണ് 7 എണ്ണം. റെഡ് വരാൻ പാടില്ല, ആദ്യം അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബാക്കി എത്ര ബോൾസാണ് ഉള്ളത് 5 + 8 13. ആ 13 നമ്മൾ എത്ര ബോൾ എടുക്കുന്നു 2 ബോൾ എടുക്കുന്നു. ദാറ്റ് ഈസ് 13C2 ഡിവൈഡഡ് ബൈ 20C2. ഇതാണ് നമ്മൾ നോ റെഡ് എന്നുള്ള കേസ് ആദ്യം കണ്ടുപിടിക്കാൻ പോവുക. സോ C2 ഉണ്ട്. സോ എന്ത് ചെയ്താൽ മതി 13 × 12 ഡിവൈഡഡ് ബൈ 20 × 19. അപ്പോൾ 4 വെച്ച് കട്ട് ചെയ്യാം 3, ഇവിടെ 5 വരും. സോ എത്രയാ 39 ഡിവൈഡഡ് ബൈ 95 എന്ന് കിട്ടും. സോ ഇത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ റെഡ് ആണിത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ അറ്റ്ലീസ്റ്റ് 1 ഈസ് റെഡ്. അറ്റ്ലീസ്റ്റ് 1 ഈസ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് എന്ത് ചെയ്താൽ മതി 39/95. സോ 1നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം 95/95 എന്ന്. 95 മൈനസ് 39 ഡിവൈഡഡ് ബൈ 95. സോ ആൻസർ ഈസ് 6 ആണ് അവിടെ വരുന്നത് 56/95. ഓക്കെ, സോ ആൻസർ ഈസ് 4th ഓപ്ഷൻ 56/95. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ ക്വസ്റ്റ്യനകത്ത് എന്താ പറയുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 yellow balls and 2 blue balls at randomly from any bag if balls of both colors are not drawn from the same bag. യെല്ലോയുടെയും ബ്ലൂവിൻ്റെയും കേസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം പറഞ്ഞേക്കുന്നത് എന്താണ് വിഡ്രോ ചെയ്യുന്ന 2 ഒരേ ബാഗിൽ നിന്നാണ്. നമുക്ക് 2 ബാഗ്സ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പം നമുക്ക് 2 കേസസ് വരാം. ഫസ്റ്റ് നോക്കിയേ 2 yellow ഫ്രം ബാഗ് എ എന്ന് വരാം. ഒരുമിച്ചാകാൻ പാടില്ല, 2 ഒരേ ബാഗിൽ നിന്നാവാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ബ്ലൂ ഏതിൽ നിന്ന് എടുക്കണം ബാഗ് ബിയിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇതൊരു കേസാണ്. അതുപോലെ തന്നെ 2 യെല്ലോ ഏതിൽ നിന്ന് എടുക്കാം ബാഗ് ബിയിൽ നിന്ന് എടുക്കാം.
2 ബ്ലൂ ഏതിൽ നിന്ന് എടുക്കാം, ബാഗ് എ എന്ന് വെക്കാം. അപ്പോൾ ഇതാണ് 2 പോസിബിലിറ്റീസ് നമുക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത്. സോ നമുക്കിതൊന്ന് എഴുതാം. എങ്ങനെയാണ്? 2 yellow ഫ്രം ബാഗ് എ, യെല്ലോ ഫ്രം ബാഗ് എ, ദാറ്റ് ഈസ് 4C2 ഡിവൈഡഡ് ബൈ 20C2. ആൻഡ് അല്ലേ വരുന്നത്? ആൻഡ് വരുമ്പോൾ സൈൻ എന്ത് വരും? ഇൻറ്റു വരും. ഇൻറ്റു 2 ബ്ലൂ ഫ്രം ബാഗ് ബി, ബാഗ് ബിയുടെ ബ്ലൂ 5 ആണ്. സോ 5C2 ഡിവൈഡഡ് ബൈ 20C2. ഇതൊരു കേസാണ് വരുന്നത്. ഇനി ഒരു എക്സ്ട്രാ ഒരു കേസാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഓർ, ഒന്നെങ്കിൽ ഇതാവാം ഇല്ലെങ്കിൽ ഇതാവാം. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പ്ലസ്. അതുപോലെ നോക്കിയേ, അടുത്തൊരു കേസും കൂടെ വരുന്നുണ്ട്. 2 yellow ഫ്രം ബാഗ് ബി, ബാഗ് ബി യെല്ലോ, ദാറ്റ് ഈസ് 8C2 ഡിവൈഡഡ് ബൈ 20C2. ഇത് ആൻഡ് എന്നുള്ള കേസാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു വരും. 2 ബ്ലൂ ഫ്രം ബാഗ് എ, ദാറ്റ് ഈസ് 10C2 ഡിവൈഡഡ് ബൈ 20C2. ഓക്കെ, അപ്പോൾ ഇതാണ് 2 പോസിബിലിറ്റി കേസസ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. എല്ലാം C2 ആണ് വരുന്നത്. സോ 4 × 3 ഡിവൈഡഡ് ബൈ 20 × 90 ഇൻറ്റു ഇവിടെ എത്ര വരും? 5 × 4 ഡിവൈഡഡ് ബൈ 20 × 90. ദെൻ 4ഉം 20യും കൂടെ കട്ട് ചെയ്യാം. 5 ആണ് വരുന്നത്. 5 20 4. ദെൻ വേറൊന്നും നമുക്ക് കട്ട് ചെയ്യാനായിട്ടില്ല. സോ 3 ഡിവൈഡഡ് ബൈ 19 × 90, ദാറ്റ് ഈസ് 361 × 5 എന്ന് വരും ഇവിടെ. 3/. അപ്പോൾ ഇതൊരു കേസ്. മറ്റേ കേസ് നോക്കിയേ, 8 × 7 ഡിവൈഡഡ് ബൈ 20 × 19 പ്ലസ് 10 × 9 ഡിവൈഡഡ് ബൈ 20 × 20. 4 വെച്ച് കട്ട് ചെയ്യുക. 2 ഇവിടെ 5. 2ഉം 2ഉം നമുക്ക് ബാലൻസ് വരുന്ന എത്രയാണ്? 63 ഡിവൈഡഡ് ബൈ വീണ്ടും 19 × 19 361 × 5 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, മേളിൽ നമ്മൾ നോക്കിയേ ഡിനോമിനേറ്റർ 2 സെയിം ആണ്. സോ 63 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ആണ്. താഴെ നോക്കുക 1 × 5 is 5. സോ ഒബ്വിയസ്ലി 66/1805 is the ആൻസർ. ചെയ്ത് നോക്കിയാൽ അത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBI POയുടെ തന്നെ SBI-POയ്ക്കും ഇപ്പോൾ IBPS-POയ്ക്കും എല്ലാം കാണുന്ന ഒരു ഹൈ ലെവൽ DI ആണ്, അതായത് PO ലെവൽ DI ആണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓരോ ക്വസ്റ്റ്യൻസ് നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക ഇതിനൊപ്പം തന്നെ. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും സ്വന്തമായിട്ടൊന്ന് ചെയ്തും കൂടെ നോക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.